ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുരഭി കിച്ചൺ. ഞാനിന്ന് അറബിക് ഡിഷായ ഒരു ഹമൂസ് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കുവാൻ. അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. ഇവിടെ വെള്ളക്കടല വേവിച്ചതും പിന്നെ അത് കുക്ക് ചെയ്യാനെടുത്ത കുറച്ച് വെള്ളവുമാണ് നമ്മൾക്ക് ആവശ്യം. പിന്നെ തഹീനി പേസ്റ്റ് വേണം, അതുപോലെ ഒലിവ് ഓയിൽ വേണം, പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ 3 അല്ലി വെളുത്തുള്ളിയും, പിന്നെ കുറച്ച് ലെമൺ ജ്യൂസുമാണ് നമ്മൾക്ക് ആവശ്യം. ഇനി നമുക്കൊന്ന് ഈ വെള്ളക്കടല വേവിക്കുന്നത് തൊട്ടിട്ടൊന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ വെള്ളക്കടല എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയതിന് ശേഷം നമ്മൾക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു 6 മണിക്കൂറോളം ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ 6 മണിക്കൂറിന് ശേഷം നന്നായിട്ടിത് പൊതിർന്ന് നല്ല ഒരു പാകത്തിനായി കിട്ടും. അപ്പോൾ നമ്മൾക്കിത് വേവിക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇതൊരു കുക്കറിലേക്ക് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ കുക്കറിൻ്റെ മൂടി ഇട്ടതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഇതിൽ നിന്ന് ആവി പുറത്തേക്ക് വന്നതിന് ശേഷം നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഒരു വിസിൽ ഇട്ടതിന് ശേഷം നമുക്ക് 10 മിനിറ്റ് തീ കുറച്ചിട്ട് വേവിക്കാവുന്നതാണ്. ഇപ്പോൾ കടല നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി തീ ഓഫാക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം നമ്മൾക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൽ നിന്ന് വേണമെങ്കിൽ ഒന്നെടുത്ത് അമർത്തി നോക്കുമ്പോൾ മനസ്സിലാകും കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണിയാൻ നമ്മൾക്കൊന്ന് കാത്തിരിക്കേണ്ടതുണ്ട്. അടുത്തതായി നമ്മൾക്ക് ഇതിൻ്റെ തഹീനി പേസ്റ്റ് തയ്യാറാക്കുന്ന വിധം കാണാം. ഈ തഹീനി പേസ്റ്റ് ഉണ്ടാക്കുവാൻ നമ്മൾക്ക് വെളുത്ത എള്ളാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെളുത്ത എള്ള് ഒരു ചൂടായ പാനിലേക്ക് ഇടുകയാണ്. ഇതിനെ നന്നായിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നത് വരെ നമ്മൾക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിർത്താതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഹൈ ഫ്ലെയിമിൽ ചെയ്യേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഈ എള്ള് ഞാനിപ്പോൾ ഓഫ് ചെയ്ത് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതിനെ നല്ലപോലെ ഒന്ന് തണിയേണ്ടതുണ്ട്. തണിഞ്ഞതിന് ശേഷം നമ്മൾക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇപ്പോൾ എള്ള് നന്നായിട്ട് തണിഞ്ഞിട്ടുണ്ട്. ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ്. ഇനി നമ്മൾക്കിത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഞാനിത് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് കാണാൻ പറ്റും ഇത് നല്ല പൊടി പോലെയല്ല ഉണ്ടാകുന്നത്. നമ്മൾക്കിത് ഒരു ഓയിലിൻ്റെ അംശം നമ്മൾക്കിതിൽ കാണാൻ പറ്റും. ഇനി നമ്മൾക്കിതൊന്ന് ഒരു സ്പൂൺ കൊണ്ട് ഇളക്കിയതിന് ശേഷം നമ്മൾക്കിതിലേക്ക് ആവശ്യത്തിന് വളരെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഒലിവ് ഓയിൽ കൂടി ചേർത്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഒലിവ് ഓയിൽ ചേർത്തതിന് ശേഷം ഞാൻ വീണ്ടും ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ തഹീനി പേസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾക്കിതൊരു ബൗളിലേക്ക് ഒഴിക്കാം. അങ്ങനെ നമ്മൾ ഹമൂസിന് വേണ്ടുന്ന വെള്ളക്കടല വേവിച്ചെടുത്തു, അതുപോലെ തഹീനി പേസ്റ്റും ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഹമൂസ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത വെള്ളക്കടല ചേർക്കാം. അപ്പോൾ നല്ലപോലെ തണിഞ്ഞതിന് ശേഷം എടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 3 അല്ലി വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും ചേർക്കാം. വെള്ളക്കടല ചേർക്കുമ്പോൾ നല്ലപോലെ തണിഞ്ഞതിന് ശേഷം ഉപയോഗിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് തഹീനി പേസ്റ്റ് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ തയ്യാറാക്കിയില്ലേ, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തത് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ വെള്ളക്കടല വേവിക്കാൻ ഉപയോഗിച്ച വെള്ളമാണ്. അപ്പോൾ ഇതും ചേർക്കുമ്പോൾ നല്ലപോലെ തണിഞ്ഞതിന് ശേഷം എടുക്കുക. ഇതിന് പകരം നോർമൽ വാട്ടർ ഉപയോഗിക്കാവുന്നതാണ്.
ഇനി ഇതൊന്ന് നമ്മൾക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഈ ഒലിവ് ഓയിൽ ചേർത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ ഒലിവ് ഓയിൽ ചേർത്ത് വീണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹമ്മൂസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. നല്ല പേസ്റ്റ് രൂപത്തിൽ ഞാനിവിടെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇനി ഹമ്മൂസ് സെർവ് ചെയ്യുന്നതിന് മുമ്പായി നമ്മൾക്കിതിന് മുകളിൽ കുറച്ച് ഒലിവ് ഓയിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഹമ്മൂസ് ചപ്പാത്തിയുടെ കൂടെയും പിന്നെ കുബൂസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ്സ് വഴി അറിയിക്കുകയും ചെയ്യുക. ഇനി ഇതിന് മുകളിലായി നമ്മൾക്ക് വേണമെങ്കിൽ കുറച്ച് കടലയൊക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ലൈക്ക് കൊടുക്കാൻ മടി കാണിക്കരുത്. ഇനിയൊരു പുതിയ റെസിപ്പിയുമായി വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.